ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസിന് രണ്ടാം ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ സോണാർ ഡിവൈസ് ഓൺ എ ഷിപ്പ് സെൻഡ്സ് എ സൗണ്ട് വേവ് ടു ദ സീ ഫ്ലോ ആൻഡ് റിസീവ്സ് ദ എക്കോ 4 seconds later. If the speed of sound in water is 1500 meter per second, what is the depth of the sea there? അപ്പം സോണാർ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഒരു കടലിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താഴെ കൂടെ പോകുന്ന സബ്മറൈൻ ഉണ്ടെങ്കിൽ അത് എത്ര താഴത്താണുള്ളത് അതൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ സോണാർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇതിനൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, സോണാർ വേവ്സ് സെൻഡ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ഉണ്ടാവും, അതേപോലെ ഒരു റിസീവർ ഉണ്ടാവും. താഴെ വേവ്സ് തട്ടി, അൾട്രാസോണിക് വേവ്സ് തട്ടി മുകളിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ആ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ എക്കോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലൈറ്റ് വേവ്സ് പോയി അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് പോയി ടച്ച് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലെത്തണം, അപ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പം പോയി തിരിച്ച് വരുന്ന സമയമാണ് 4 seconds. ടൈം 4 seconds ഗിവൺ ആണ്. ടൈം ഇസ് 4 seconds. അതേപോലെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ നമ്മൾ വി എടുക്കുകയാണെങ്കിൽ 1500 meter per second, അതും ഗിവൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സാധാരണ തെറ്റിക്കാൻ ഇടയുള്ളത് ഒരു പാർട്ട് എന്താ വെച്ചാൽ, നമുക്ക് സൗണ്ട് തട്ടി തിരിച്ചു പോകുന്ന സമയമാണ് ടോട്ടൽ 4 seconds തുടങ്ങിയത്. അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന സ്പീഡ് ഇസ് ഈക്വൽ ടു എസ് ഒ വി ഒ നമുക്ക് എടുക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. അങ്ങനെയല്ല പറയുന്നത്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. നമുക്ക് വേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഫോമിലാണ് കിട്ടുക. ഇനി ഇവിടെ തന്ന പ്രോബ്ലം നമ്മൾ ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? സൗണ്ട് വേവ്സ് വന്ന് തിരിച്ചു പോകുന്ന ഡിസ്റ്റൻസാണ് നമുക്ക് കിട്ടുക സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ശ്രദ്ധിക്കുക, നമുക്ക് വന്ന് തിരിച്ചു പോകുന്ന ഡിസ്റ്റൻസ് അല്ല വേണ്ടത്, ഇവിടുന്ന് വരാനുള്ള ദൂരം. അതാണ് ശരിക്കുള്ള ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ. നമുക്കതല്ല വേണ്ടത്, നമുക്ക് ഈ രണ്ടും വേണ്ടല്ലോ. ആകെ ഇതിൻ്റെ ഫ്ലോറിൻ്റെ ഡെപ്ത് എത്രയാണെന്നാണ് വേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ മറക്കരുത്, ഈ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. നമുക്കിവിടെ എന്താണ് ആൻസർ കിട്ടുന്നത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടാം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഡി സിയിൽ എസ് ഇൻ ടു ടി ചെയ്തിട്ട് ആൻസറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സമയത്തിന് ബൈ 2 ഇട്ടിട്ട് സോൾവ് ചെയ്താലും മതി. കാരണം എന്താണ്? ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1500 ആണ് സ്പീഡ്, ഇൻറ്റു എടുക്കുന്ന സമയം 4 seconds ഡിവൈഡഡ് ബൈ 2. അപ്പം ഇവിടെ ഞാനിങ്ങനെ കട്ടിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ 2 എന്ന് കിട്ടും. 1500 ഇൻറ്റു 2 1500 ഇരട്ടി 3000 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് അതിൻ്റെ ഡെപ്ത് വരുന്നത്? 3000 മീറ്ററാണ് ആ വാട്ടറിൻ്റെ ഡെപ്ത്, സീൻ്റെ ഡെപ്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 7th question. The path of a ray of light passing through a concave lens parallel to its principal axis drawn by child is given below. ഒരു കോൺകേവ് ലെൻസ് കൂടെ പാത്ത് ഓഫ് ലൈറ്റ് ഒരു കുട്ടി വരച്ചാൽ നമുക്കിവിടെ തന്നിട്ടുള്ളത്. വാട്ട് ഇസ് ദ മിസ്റ്റേക്ക് ഇൻ ദ റേ ഡയഗ്രാം? റീഡ്രോ ദ കറക്റ്റ് ഡയഗ്രാം. അപ്പം ശരിക്കും കോൺകേവിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും ഒക്കെ റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ച് പഠിച്ച ആൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തെറ്റ് എന്താണ് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഇവിടെ വലിയൊരു തെറ്റാണ് ഈ കുട്ടി ചെയ്തിട്ടുള്ളത്. അതെന്താ? നമുക്കറിയാം, ഈ കോൺകേവ് ലെൻസിനെ വിളിക്കുന്ന വേറൊരു പേര് ഡൈവേർജിങ് ലെൻസ് എന്നാണ്. ഡൈവേർജിങ് ലെൻസ് അല്ലേ? എന്താ ഈ ഡൈവേർജിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഡൈവേർജിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒരു പോയിൻ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കുറേ ലൈറ്റ് റേസ് വരാം. അതാണ് ഡൈവേർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് കൺവേർജിങ് എന്ന് പറയുന്നത്. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിൻ്റ് എല്ലാം വന്ന് കൂടിച്ചേരുക, അതാണ് കൺവേർജിങ് അല്ലേ? പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകേവ് ലെൻസ് കൺവേർജിങ് ലെൻസ് അല്ല. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ലെൻസാണ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ ഡൈവേർജിങ് ആണ് തോന്നുന്നുണ്ടോ? ഇവിടെ കണ്ടോ ലൈറ്റ് വേവ് ഇവിടെ തട്ടി ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരല്ലേ ചെയ്യുന്നത്? ഇത് ഡൈവേർജിങ് ആണോ? ഇത് കൺവേർജിങ്ങിലല്ലേ കുട്ടി വരച്ചിട്ടുള്ളത്? അതാണ് തെറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഇൻ ദ റേ ഡയഗ്രാം? The ray diagram shows concave lens as
ഡൈവേർജിങ്, പക്ഷേ കൺവേർജിങ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് മിസ്റ്റേക്ക്. ബട്ട് കോൺകേവ് ലെൻസ് എന്താണ്, ഒരു ഡൈവേർജിങ് ലെൻസാണ്. ബട്ട് കോൺകേവ് ലെൻസസ് ഡൈവേർജിങ്, അതാണ് മിസ്റ്റേക്ക്. ഇനി നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം, ഈ തെറ്റിയത് കറക്റ്റാക്കി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പം ഈ ലൈറ്റ് റേ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൈറ്റ് വന്നു. ഇതാണ് ഇതിൻ്റെ മിഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെ ഒരു ലൈറ്റ് വരച്ചു. ഇനി ഇത് തട്ടിക്കഴിഞ്ഞാൽ ഇത് പുറത്തേക്കാണ് പോകുന്നത്. ഒരിക്കലൊരു പോയിന്റിൽ ഇതിനെ വരുത്താൻ പറ്റില്ല അല്ലേ. രണ്ട് ലൈറ്റ് റേസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് കറക്റ്റ്, കണ്ടോ, എഫിലേക്ക് ഇത് പുറകിലോട്ടേക്ക് നീട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ശരിക്കും അതിൻ്റെ പാത്ത് എങ്ങോട്ടാണോ അതെന്ന് നമ്മളൊരു ഡോട്ടഡ് ലൈൻ പുറകോട്ടേക്ക് വലിച്ചിങ്ങനെ നീട്ടി എഴുതും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഡയഗ്രാം. ഓക്കെ, പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇതൊരിക്കലും ഇവിടെ വേറൊരു ലൈറ്റ് റേയും കൂടി വരച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടുപേരും ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറകോട്ടേക്ക് ലൈറ്റ് റേനെ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നത്. രണ്ടും എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ ആയിരിക്കും ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, അതാണ് ഉദ്ദേശം. ക്ലിയർ ആയല്ലോ? ഇനി ഇൻ ദ ഫിഗർ a conductor AB is arranged across parallel copper wires placed on an acrylic sheet above a ring magnet. A 12-volt battery is connected to the parallel conductors through a bell switch. അപ്പം ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നെഗറ്റീവ് ടെർമിലേക്ക് ഇവിടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ആക്രിലിക് ഷീറ്റിൻ്റെ മുകളിൽ നമ്മളൊരു 2 ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. താഴെ ആക്രിലിക് ഷീറ്റിൻ്റെ താഴെയാണ് മാഗ്നറ്റ് ഉള്ളത്. അതിൻ്റെ മുകളിൽ AB എന്ന് പറഞ്ഞൊരു കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. നമ്മളിത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന കണ്ടക്ടർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? ടുവേർഡ്സ് P ആണോ ടുവേർഡ്സ് Q ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു റിംഗ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മുകൾ ഭാഗത്തും സൗത്ത് പോൾ അതിൻ്റെ താഴ്ന്ന ഭാഗത്തായിരിക്കും. ഇവിടെ ആയിരിക്കും സൗത്ത് പോൾ ഉണ്ടാവുക. ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ എടുക്കുന്നത് ഏതാ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് അറിയാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ആ കൈ നിങ്ങൾ ശരിക്കും ഈ ചിത്രത്തിൽ പറയുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ എങ്ങോട്ടായിരിക്കും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്ന റൂളുണ്ടല്ലോ, അതേതാ നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എയിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡയറക്ഷൻ മോഷൻ ഓഫ് ദ കണ്ടക്ടർ AB. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തല തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്, ഏകദേശം നിങ്ങൾക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണിക്കുന്ന ഏതാ, നമുക്ക് തമ്പ് ഫാദർ, മിഡിൽ ഫിംഗർ, മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചൂണ്ട് വിരൽ, അതാണ് മദർ, നമ്മളുടെ ഇൻഡെക്സ് ഫിംഗർ അല്ലേ, ഇൻഡെക്സ്, പിന്നെ മിഡ് ഫിംഗറാണ് നമ്മളുടെ ഡയറക്ഷൻ ഓഫ് എന്ത് വരുന്നത്, ഡയറക്ഷൻ ഓഫ് കറണ്ട് വരുന്നത്. ഫാദർ മദർ, M മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഫാദർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ഈ ഫിംഗർ വെച്ച പോലെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലേ, എന്ന് ബിയിലേക്കാണ് പോവുക എപ്പോഴും. പോസിറ്റീവ് ടു നെഗറ്റീവ്, എന്ന് ബിയിലേക്കാണ് പോകുന്നത്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, താഴോട്ടേക്കാണ്, നോർത്ത് ടു സൗത്ത് അല്ലേ, താഴോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളുടെ വിരൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആരതാ, ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മളുടെ മിഡ് ഫിംഗറാണ് കാണിക്കുന്നത് അല്ലേ, മിഡ് ഫിംഗർ, ഡയറക്ഷൻ ഓഫ് കറണ്ട് മിഡ് ഫിംഗർ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്. അപ്പം നമ്മളുടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, ഈ ചുവന്ന ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഫ്രം A to P അല്ലേ. ശരിക്കും നിങ്ങളങ്ങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് A to Pൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. A to P മനസ്സിലായോ എങ്ങനെയാണെന്ന്? A to P ആണ് ഡയറക്ഷൻ ഓഫ് ഏത് വരുന്നത്, AB എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ മൂവ് റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുക, റൈറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഇത് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്ന്? റൈറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുക. ഓക്കെ, സോ ടുവേർഡ്സ് P ആയിരിക്കും. എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ടുവേർഡ്സ് P. ജസ്റ്റിഫൈ നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്തത്. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഞാനിപ്പം പറഞ്ഞ പോലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടാണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, അതേപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി മെൻഷൻ ചെയ്യാം.
ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും. സെക്കൻഡ് സബ് ക്വസ്റ്റൻ എന്താ? വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ടു മൂവ് ദ കണ്ടക്ടർ എ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഇപ്പോൾ നമ്മൾ നോക്കുമ്പം പീൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് ക്യൂവിൻ്റെ ഡയറക്ഷനിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി ചേഞ്ച് ചെയ്യുക. അതായത് പ്ലസ് മൈനസിൻ്റെ ഭാഗത്തേക്കും മൈനസ് പ്ലസിൻ്റെ ഭാഗത്തേക്കും മാറ്റി കുത്തിക്കഴിഞ്ഞാൽ, മാറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ദ സെൽ അല്ലെങ്കിൽ ബാറ്ററി. ആ പൊളാരിറ്റി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചേഞ്ച് കാണാൻ പറ്റും. പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി, പിന്നെ മാഗ്നറ്റിൻ്റെ പോളാരിറ്റി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്. ആ ഇലക്ട്രിക് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നത് 30 ohms ആണ്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 30 ohms ആൻഡ് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് എ പവർ ഓഫ് 120 watts. 120 വാട്ട് പവറിൽ ഇത് വർക്കും ചെയ്യുന്നുണ്ട്. വാട്ട് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ദിസ് പവർ? അപ്പോൾ 120 വാട്ട്സ് പവർ കിട്ടണമെങ്കിൽ എത്ര വോൾട്ടേജ് നമ്മളിതിനെ കൊടുക്കണം? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഈ പവർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വോൾട്ടേജ്, അതേപോലെ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസും പവറും വോൾട്ടേജും നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P is equal to V²/R എന്ന് പറയുന്ന ഇക്വേഷനിൽ കൂടെ. പവർ ഇസ് ഈക്വൽ ടു V²/R. അപ്പോൾ നമുക്കിവിടെ അറിയുന്നത് പിയും ആറും അറിയാം, V² കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 120 is equal to V² divided by 30. അപ്പോൾ V² is equal എന്തായിരിക്കും? ഈ ഡിവൈഡഡ് ബൈ ഉള്ള 30 നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ 120 into 30. അപ്പോൾ V² is equal to 120 into 30 ചെയ്താൽ നമുക്ക് കിട്ടുക 3600. പക്ഷേ നമുക്ക് V² അല്ല വേണ്ടത്, നമുക്ക് V ആണ് വേണ്ടത്. അപ്പം V കാണാൻ നമ്മൾ എന്താ ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് 3600. അപ്പോൾ ഇതിന് എളുപ്പവഴി എന്താ വെച്ചാൽ നമുക്ക് 36ൻ്റെ സ്ക്വയർ റൂട്ട് അറിയാം, 6 ആണ്. ഇവിടെ 2 0 ഉള്ളിൽ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ട്, ഇവിടെ ചെയ്ത് നോക്കാം. 60 into 60 നിങ്ങൾക്ക് കിട്ടുക 3600 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയാണ്? 60 വോൾട്ട് ആണ് വേണ്ടത്. അപ്പം എല്ലാവരും അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, 60 വോൾട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു പിക്ചർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. ഓക്കെ, അപ്പം ഇതൊരു ട്രാൻസ്ഫോമർ ചിത്രമാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ? An electric current is not continuously produced through the secondary coil when the switch is turned on. Explain why. അപ്പോൾ ഈ ചിത്രത്തിലുള്ള പോലെ ട്രാൻസ്ഫോമർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ ഇലക്ട്രിക് കറണ്ട് കിട്ടുന്നില്ല. ഇനീഷ്യലായിട്ട് കുറച്ചൊരു കറണ്ട് വന്ന് പിന്നെ അത് പോവുകയാണ് ചെയ്യുന്നത്, പിന്നെ കറണ്ട് കിട്ടുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ട്രാൻസ്ഫോമർ പറയുന്ന ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് കറൻറ്റിലാണ് അത് ഓർമ്മിച്ച് നോക്കാം. നമുക്കറിയാം ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പവർ സോഴ്സ് എന്താ? ഇവിടെ കൊടുത്തിട്ടുള്ള പവർ സോഴ്സ് ഇത് എന്തിൻ്റെ സിമ്പിളാണ്? ഇത് DC അല്ലേ? DC-യിൽ നമ്മളുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യോ? ഒരിക്കലുമില്ല. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് ദ ട്രാൻസ്ഫോമർ ഇസ് കണക്റ്റഡ് അല്ലെങ്കിൽ ഇസ് ഗിവൺ എ ഡയറക്റ്റ് വോൾട്ടേജിൽ ഡയറക്റ്റ് കറണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് കറണ്ട് നമുക്കറിയാം ഒരിക്കലും അതിൻ്റെ സൈക്കിൾസ് അല്ലെങ്കിൽ ഫേസസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഒരേ ടൈപ്പാണ് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഫേസ് വരുന്നത്. അപ്പം ആ സൈക്കിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്താലേ മതിയാവുള്ളൂ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് ഈ DC-ൻ്റെ സിമ്പിൾ മാറ്റി അവിടെ നമ്മൾ കൊടുക്കേണ്ട എന്താ? അവിടെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സിമ്പിളായിട്ടുള്ള ഈ വേവാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ വരച്ച് കഴിഞ്ഞാൽ DC മാറ്റി AC-ൻ്റെ സിമ്പിളാണിത്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് സെക്കൻഡറി കോയിലിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെ ചേഞ്ച് ദ സോഴ്സ് ഫ്രം DC to AC. ഓക്കെ, ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കവിടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഇത് കൂടെ മാറിക്കൊണ്ടിരിക്കുമ്പം ഈ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഈ സെക്കൻഡറിയിലും ഇൻഡ്യൂസ്ഡ് ചെയ്യും. അതാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മാറണമെങ്കിൽ കറണ്ടിൻ്റെ ഫേസും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം അല്ലേ. അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ AC കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കറണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം AC ഒരു ചേഞ്ചിങ് പൊസിഷനുള്ള കറണ്ട് ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ ബേസിക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ് 12A. നമ്മൾ രണ്ടും ചെയ്ത് നോക്കും. The state of vibration of particles of the wave at a particular instant is depicted. അപ്പോൾ ഒരു വേവിൻ്റെ വൈബ്രേഷൻ്റെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് A വരെ പോയിന്റുള്ള ദൂരം 30 മീറ്റേഴ്സാണ് വരുന്നത്. 30 മീറ്റേഴ്സാണ് വരുന്നത്. നിങ്ങളിവിടെ ചോദിച്ച ആദ്യ ക്വസ്റ്റൻ എന്താ വെച്ചാൽ, വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ഹൈറ്റാണ്. മാക്സിമം എത്ര ഉയരത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. ഹൈറ്റും ആവാം ഡെപ്തും ആവാം അല്ലേ. രണ്ടും സെയിം ആണ്. ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. പക്ഷേ നമ്മൾ ഹൈറ്റ് നെഗറ്റീവ് എടുക്കാറില്ലാത്തതുകൊണ്ട് ഇവിടെ ഹയസ്റ്റ് പോയിൻ്റ് എത്രയാണ്? 0.21 അല്ലേ. 0.2 ഇവിടെ ഹയസ്റ്റ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്താം? ആംപ്ലിറ്റ്യൂഡ് ഇസ് 0.2 മീറ്റർ. മീറ്ററിലാണ് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 0.2 മീറ്റർ. സെക്കൻഡ്, ഇഫ് ഇറ്റ് ടേക്സ് 3 seconds ടു ട്രാവൽ ഫ്രം O to A. അപ്പോൾ O മുതൽ A വരെ 3 സെക്കൻഡാണ് ഇതിന് എടുക്കുന്ന സമയം. ഫൈൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഈ വേവിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എത്ര വേവ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് ഫ്രീക്വൻസി. അപ്പം നമ്മളിവിടെ ആദ്യം തന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്നാണ് നമ്മൾ മൊത്തം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 to 30, 30 മീറ്ററാണ് അല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്ററാണ്. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 30 മീറ്റർ. അതിനെടുത്ത സമയം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 seconds ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു 30/3, 10 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. അത് നമ്മളവിടെ കണ്ടുപിടിച്ച് വെക്കാം. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും എന്തിനാണ് നമ്മളത് കണ്ടുപിടിച്ചതെന്നുള്ളത്. നമുക്ക് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി V ഇസ് ഈക്വൽ ടു F ലാംഡ എന്നുള്ളത്. അപ്പോൾ V മാത്രമേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എസും വിയും സെയിം ആണ് കേട്ടോ. ഇൻ്റർചേഞ്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. V കണ്ടുപിടിച്ചു. പക്ഷെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. പക്ഷേ അത് നമുക്ക് ചെയ്യാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് ഈ വേവ് ലെങ്ത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങളിവിടെ ശരിക്കും ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ കാണാം. ഇതാണ് ഒരു വേവ് അല്ലേ. രണ്ടാമത്തെ വേവ്, മൂന്നാമത്തെ വേവ്. അപ്പം ഈ 30 മീറ്ററിൻ്റെ അകത്ത് നമുക്ക് 3 വേവ്സ് ഫോം ചെയ്യുന്നില്ലേ. 3 കംപ്ലീറ്റ് വേവ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം 30 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അതിനെടുത്ത സമയം 3 സെക്കൻഡാണ്. അപ്പോൾ ഒരു വേവിൻ്റെ ലെങ്ത്ത് എത്രയാണ് അവിടെ വരുന്നത്? ഒരു വേവിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? ഒരു വേവിൻ്റെ ലെങ്ത്ത് നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 3 ലാംഡ. ഇതിങ്ങനെ പഠിക്കാൻ വരട്ടെ. ഇതാണ് എങ്ങനെ എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആകെ 3 ലാംഡയാണ് ഉള്ളത്. 3 ലാംഡയാണ് ഉള്ളത് അല്ലേ. 3 വേവ്സ് അല്ലേ. അപ്പോൾ 3 വേവ് ലെങ്ത്തായി. കറക്റ്റല്ല ഞാൻ പറഞ്ഞത്. 3 വേവ്സ് ഉണ്ട്. അപ്പോൾ 3 വേവ് ലെങ്ത്തായി. ആ 3 വേവ് ലെങ്ത്തിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 30 മീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു വേവ് ലെങ്ത്തിൻ്റെ മെഷർ എത്രയാണ്? നമ്മൾ 30/3 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുക 10 മീറ്ററിനാണ്.
ശരിയല്ലേ? 0 to 10 ഒരു വേവാണ് വരുന്നത്, 10 to 20 രണ്ടാമത്തെ വേവ്, 20 to 30 മൂന്നാമത്തെ വേവ്. അത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ 10 കണ്ടുപിടിച്ചത്. ഓക്കെ, വേവ് ലെങ്ത് എത്രയാണ്? 10 മീറ്ററാണ്. ഇനി നമുക്ക് അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 ആണ്. എഫ് കണ്ടുപിടിക്കണം, ലാംഡ 10 ആണ് കിട്ടിയത്. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷനിൽ 10 ഇങ്ങോട്ട് വരുമ്പം ഡിവിഷനിലേക്ക് പോവും. അപ്പം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഹേർട്സ്. 1 ഹേർട്സ് ആണ് ഇവിടെ ഫ്രീക്വൻസി വരുന്നത്. ക്ലിയർ ആയല്ലോ 1 എന്താണെന്നുള്ളത്? ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഫൈൻഡ് പീരീഡ് ഓഫ് ദ വേവ്. ടൈം പീരീഡ് ടി ആണ് അല്ലേ? ടൈം പീരീഡ് ടി ആണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വേവിന് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവാനുള്ള സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് വേവ് ഫോം ചെയ്യാനുള്ള ഒരു സമയം. അപ്പോൾ ആ ടി കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടിയും ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ ഉണ്ട്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്ന ഒരു ഫോർമുല. ഓക്കെ, ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി. ആ റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് കിട്ടി 1 ഹേർട്സ് ആണ്. അപ്പോൾ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/1 1 സെക്കൻഡാണ്. ഓക്കെ, 1 സെക്കൻഡാണ് ഒരു ടൈം ഇത് എടുക്കാൻ, വേവ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാനുള്ള സമയം 1 സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം 3 മാർക്കിൻ്റെ. അപ്പോൾ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കി ആൻസർ ചെയ്യാം. ഇനി 12B, ഒരു വേവ് എന്ന് ബിയിലേക്ക് പോകുന്ന ഒരു ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഇവിടെ കാണിച്ചിട്ടുള്ള വേവിൻ്റെ ഫോം ഏതാണ്? ഏത് ടൈപ്പ് വേവ് ആണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? അതാണ് നമ്മളടുത്ത് ചോദിച്ചത്. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ഏത് ടൈപ്പ് വേവ് ഫോമാണ് കാണിച്ചിട്ടുള്ളത്? അപ്പം ഈ ടൈപ്പ് വേവിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ്. ഇങ്ങനെ ഈ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ഈ ലോവസ്റ്റ് പോയിന്റ് ട്രഫ് എന്ന് പറയും. അങ്ങനെ ക്രസ്റ്റും ട്രഫും അടങ്ങിയിട്ടുള്ള ഒരു വേവിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ഏത് വേവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഹൗ ഡസ് സ്പീഡ് ഓഫ് ദ വേവ് ബി ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്പീഡ് ഓഫ് ദ വേവിനെ റിലേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. സ്പീഡ് ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത്തും ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഫോർമുല ചോദിച്ചത്. വി ഇസ് ഈക്വൽ എഫ് ലാംഡ അല്ലേ? വി ഇസ് ഈക്വൽ എഫ് ലാംഡ എന്ന് പറയുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ഏത് സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണ് നമ്മൾ ചോദിച്ചത്? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് വേവ്. ഈ ഡയഗ്രാം തന്നിട്ട് അല്ലെങ്കിൽ ഗ്രാഫിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സ്പീഡും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? 0 മുതൽ ഈ ഗ്രാഫിലെങ്കിൽ 0 to 80. എത്ര വേവ്സ് ഉണ്ട് ഇവിടെ? ഒരു ഫുൾ വേവ് 2 വേവ്സ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് 80 മീറ്റേഴ്സ് ആണ്. ഈ 80 മീറ്ററിൽ നമുക്ക് എത്ര വേവ്സ് ഉണ്ട്? ഇൻ 80 മീറ്റേഴ്സ് വി ഹാവ് 2 വേവ്സ്. 2 വേവ്സ് നമുക്ക് കാണാം. അപ്പോൾ ഒരു വേവിൻ്റെ ലെങ്ത് എത്രയാണ്? ഒരു വേവിൻ്റെ ഈ ക്രസ്റ്റും അടുത്ത വേവിൻ്റെ ക്രസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തമ്മിൽ ദൂരമാണ് നമ്മളുടെ എന്ത് പറയുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഷർ നോക്കിയാൽ മതി. ഒരു വേവ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 40 അല്ലേ? ഒരു വേവ് എൻഡ് ചെയ്യുന്നത് 40 ആണ്, 40 മീറ്റേഴ്സിലാണ്. അപ്പം അതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 40 മീറ്ററാണ്. ഓക്കെ, 40 മീറ്ററാണ് വേവ് ലെങ്ത്ത്. നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്കിവിടെ സമയമൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കി എഴുതേ വഴിയുള്ളൂ. ഓക്കെ, എഴുതാനേ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി പറഞ്ഞാൽ ഒരു നിശ്ചിത ദൂരത്തിൻ്റെ അകത്ത് എത്ര വേവ്സ് ഫോം ചെയ്യുന്നുണ്ടോ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഒരു കംപ്ലീറ്റ് വേവ്, സെക്കൻഡ് വേവ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? ഒരു നിശ്ചിത സമയത്തിനുള്ള 2 വേവ്സാണ് ഇവിടെ ഫോം ചെയ്യുന്നത് അല്ലേ? 2 വേവ്സാണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പോൾ എഫ് ഈക്വലിലൂടെ നമുക്ക് ഈ ഡയഗ്രം പ്രകാരം എത്ര എടുക്കാം? 2 വേവ്സ് എടുക്കാം. ഫ്രീക്വൻസി ഈക്വൽ ടു 2 ഹേർട്സ് ആണ്. 2 ഹേർട്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വി കണ്ടുപിടിച്ചൂടെ? വി ഈക്വൽ എത്രയായിരിക്കും? എഫ് ലാംഡ. എഫ് 2 ഇൻറ്റു ലാംഡ 40. അപ്പം 80
മീറ്റർ പെർ സെക്കൻഡായി. അതാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്, 80 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് വി. ഓക്കെ, 80 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ദിസ് വേവ്. ക്ലിയർ ആയല്ലോ? 13th, in the image AB is an object placed on the principal axis of lens L. The image formed by the lens is erect and magnified. Identify the lens indicated in the figure. Give reason. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചത് എന്താ വെച്ചാൽ, ഒരു ലെൻസ് ഉണ്ട് L, AB എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പം പ്രിൻസിപ്പൽ ആക്സിസിൽ ഫോം ചെയ്ത ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ഇറക്റ്റാണ്, മാഗ്നിഫൈഡ് ആണ്. അതും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ലെൻസാണെന്നാണ് ചോദിച്ചത്. ഇറക്റ്റാണ്, മാഗ്നിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, കോൺകേവ് ലെൻസിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടൂല എന്നുള്ളത്, അല്ലേ? ഒരിക്കലും കോൺകേവ് ലെൻസിൽ നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടില്ല, ചെറിയ സൈസുള്ള ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ദ ലെൻസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. ലെൻസ് എന്തുതന്നെയാണ്? കോൺവെക്സ് ലെൻസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, എ കോൺകേവ് ലെൻസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ മാഗ്നിഫൈഡ് ഇമേജ്. ഇറക്റ്റ് ആയിരിക്കും, പക്ഷേ മാഗ്നിഫൈഡ് ഇമേജ് ഒരിക്കലും അത് പ്രൊഡ്യൂസ് ചെയ്യൂല. അതുകൊണ്ടാണ് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഗിവൺ ലെൻസ് ഇസ് കോൺവെക്സ് ലെൻസ്. ഡ്രോ ദ റേ ഡയഗ്രാം ഫോർ ദ ഇമേജ് ഫോർമേഷൻ. നമുക്കൊരു റേ ഡയഗ്രാം കൂടി വരയ്ക്കണം. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ റഫായിട്ടുള്ളൊരു റേ ഡയഗ്രാം ഞാനിവിടെ വരയ്ക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെയാണ് വരുന്നത്. ഇതതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ. ഇത് വെക്കേണ്ടത് എവിടെ ആയിരിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെൻറ്ററാണ് വെക്കേണ്ടത്. ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആയിരിക്കണം നമ്മളുടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്. എന്നാൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുള്ളൂ. ഇറക്റ്റ് ആവണമെങ്കിൽ ഇതിങ്ങോട്ട് വരരുത്, ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ഇമേജും അതേ ഡയറക്ഷനിലായിരിക്കണം. എന്നാൽ മാത്രമേ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. ആ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസ് ത്രൂ, ഇത് പാസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെയായിരിക്കും. റഫ് ആയതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ കിട്ടാത്തത്. ഇനി നമുക്ക് ഒപ്റ്റിക് സെൻറ്റർ കൂടെയുള്ള തന്നെ ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡായിട്ടുള്ളൊരു ഇമേജും കൂടി വരണം. അതെങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ടു ഒപ്റ്റിക് സെൻറ്റർ, അത് ഇങ്ങനെയായിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യില്ല. നമുക്ക് ഓൾറെഡി അറിയാം, അല്ലേ? അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ പുറകോട്ടേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യും. ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? ഇമേജ് ഫോർമേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്, റേ ഡയഗ്രാം ഫോർ ദ ഇമേജ് ഫോർമേഷൻ. ഇനി an ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns. If the primary voltage is 120 volt, what is the secondary voltage? ഇവിടെ secondary voltage എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിലേഷനൊക്കെ പഠിച്ചിരുന്നു. പ്രൈമറി വോൾട്ടേജും ടേൺസും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ. ഓക്കെ, അതെന്തായിരുന്നു നമ്മൾ പഠിച്ച പോയിൻ്റ്? വി എസ് ബൈ
VP, voltage in secondary by voltage in primary, is equal to number of turns in secondary by number of turns in primary. ഇത് ഏതാൻ കൺഫ്യൂസ്ഡ് ആവരുത്, മറന്നു പോകരുത്. VS/VP ആണെങ്കിൽ ഇവിടെ NS/NP ആണ്. ഇവിടെ NS/NP, VS/VP is equal to NS/NP. ഇനി നമുക്കിവിടെ തന്നത് എന്തൊക്കെയാണ്? പ്രൈമറിയിലെ ടേൺസ് തന്നിട്ടുണ്ട്. NP is equal to 1000. number of turns in secondary 500, primary voltage 120, secondary എത്രയാണ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ VS/VP 120 by VS/120, sorry, VS/120 is equal to NS/NP, number of turns in secondary 500, number of turns in primary 1000. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം VS എന്താണ് 1000 VS is equal to 500 into 120, or VS is equal to 500 into 120 divided by 1000. അപ്പോൾ സീറോസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ 12 into 5 ആയി. അപ്പം 60 volts. VS എത്രയാണ്? 60 വോൾട്ടാണ്. VS is equal to 60 വോൾട്ടിന് കിട്ടി. VS is equal to 60 volt. ഇനി ഇത് നമ്മൾ കണ്ടുപിടിച്ചത് സബ് ക്വസ്റ്റ്യൻ 1 B ആണ്. അടുത്തത്, what is the output power of the transformer when the input current is 5 ampere? IP is equal to 5 ampere തന്നിട്ടുണ്ട്. what is the power output? പവർ ആണ് എത്രയും ചോദിച്ചത്. ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, for an ideal transformer, input power is equal to output power. അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നുള്ള സാധനമില്ല, സാങ്കല്പികമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇൻപുട്ട് പവർ എന്തായാലും ഔട്ട്പുട്ട് പവറിൻ്റെ ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമുക്കറിയാം. പവർ ഇസ് ഈക്വൽ ടു എന്താ VI, P is equal to VI എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ വോൾട്ടേജിന് ഇൻപുട്ട് നമുക്കറിയാം, വോൾട്ടേജ് VP എത്രയാണ് നമുക്ക് എഴുതിയത് അവിടെ, VP is equal to 120 ആണ് വരുന്നത്. പിന്നെ രണ്ടിൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കറണ്ടും തന്നിട്ടുണ്ട് പ്രൈമറിയിലത്തെ 5. അപ്പോൾ അത് ചെയ്താൽ തന്നെ ആയിരിക്കും എന്ത് വരിക, ഔട്ട്പുട്ട് പവർ വരുന്നത്. കാരണം ഇത് ഇൻപുട്ട് പവറാണ്, അത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് പവർ. അപ്പോൾ 500, 5 2s are 10, 1 5s are 5 + 1 6. അപ്പോൾ ഇൻപുട്ട് പവർ നമുക്ക് കിട്ടി 600 watts ആണ്. അത് തന്നെ ആയിരിക്കും എന്ത്, ഔട്ട്പുട്ട് പവർ. ഓക്കെ, 600 watts ആയിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ വരിക. ക്ലിയർ ആയല്ലോ? ഇനി an ideal transformer, ഇപ്പോൾ നടുവിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ സിലബസിന് പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക. An ideal transformer has input voltage of 220 volt and output voltage of 110 volt. If the current is input current 2 ampere ആണ്, calculate the output current. ഔട്ട്പുട്ട് കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം തന്ന വാല്യൂസ് കൂടെ നോട്ട് ചെയ്യാം. ഇൻപുട്ട് വോൾട്ടേജ് VP is equal to 220 volt, VS is equal to 110 volt, IP is equal to 2 ampere. നമുക്ക് IS എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, IS എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പം ഒരു റിലേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചത്, VP/VS is equal to VP/VS is equal to, ഇവിടെ ശ്രദ്ധിക്കുക, IS അല്ല ആദ്യം എഴുതേണ്ടത്, IP ആണ് ആദ്യം വേണ്ടത്. ഓക്കെ,
സോറി, ഇവിടെ വി പി ഉള്ളതുകൊണ്ട് ഇവിടെ ഐ എസ് ആണ് ആദ്യം വരേണ്ടത് ബൈ ഐ പി. ഇവിടെ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ്, വി പി ബൈ വി എസ് ആണെങ്കിൽ ഇവിടെ ഐ എസ് ബൈ ഐ പി എന്ന് വരണം. അത് മാറിപ്പോകരുത്. വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. അപ്പോൾ വി പി 220 വോൾട്ട്, വി എസ് 110 വോൾട്ട് ഇസ് ഈക്വൽ ടു ഐ എസ് എത്ര നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ 2. അപ്പം ഔട്ട്പുട്ട് കറണ്ട് ഐ എസ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 220 ഇൻറ്റു 2 ബൈ 110 എന്ന് വരും. ഓക്കെ, ഈ രണ്ട് സീറോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 11 ഇൻറ്റു 2 ആണ് 22. ഓക്കെ, അപ്പോൾ 2 2s are 4 ആയി. അപ്പോൾ 4 ആംപിയർ ആണ് നമ്മളുടെ ഔട്ട്പുട്ട് കറണ്ട് വരുന്നത്. ഇനി ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ടു സെക്കൻഡറി കോയിൽസ്. റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ, അപ്പോൾ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് പ്രൈമറി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി. ഇത് പഠിച്ചിരുന്നു അല്ലേ? ഇത് രണ്ടും നമുക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ എത്രയാണോ റേഷ്യോ അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് ടേൺസിന് വരാം. അപ്പോൾ വി പി നമുക്ക് ഇവിടെ അറിയാം 220, വി എസ് അറിയാം 110. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 11 ഒരു പ്രാവശ്യം, 22 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 2/1 എന്നാണ് വരുന്നത്. ഓർ റേഷ്യോ എത്രയാണ്? 2:1. ഇത് സബ് ക്വസ്റ്റ്യൻ 1, ഇത് സബ് ക്വസ്റ്റ്യൻ 2ൻ്റെ ആൻസർ. റേഷ്യോ എത്രയാണ്? 2:1 ആണ്. ഇനി if an electrical appliance with 110 volt 500 watt power is connected to the secondary of a transformer and operated, will the actual power be available? അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉണ്ട്, അതിന് വർക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 110 വോൾട്ട് വേണം. ഇപ്പോൾ ഒരു 500 വാട്ട്സ് പവർ ഉള്ള ഒരു സാധനത്തിന് നമ്മൾ സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ഡിവൈസിന് ഫുൾ പവർ കിട്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഫുൾ പവർ കിട്ടുമോ ഇല്ലയോ? 500 വാട്ട്സ് ഉള്ള ഒരു ഡിവൈസാണ്, അതിന് 500 വാട്ട്സ് വേണം. അതിനാണ് നമ്മൾ സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമറിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം മൊത്തം അതിന് ആവശ്യമുള്ള 500 വാട്ട്സ് കിട്ടോ ഇല്ലയോ എന്നാണ് അവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പം ഔട്ട്പുട്ട് പവർ നമ്മൾ കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു, ഔട്ട്പുട്ട് പവർ എന്താ വരുന്നത്? വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഇൻറ്റു കറൻറ്റ് ഇൻ സെക്കൻഡറി അല്ലേ? വോൾട്ടേജ് ഇൻ സെക്കൻഡറിയും കറൻറ്റ് ഇൻ സെക്കൻഡറിയും ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടാം അല്ലേ? ഔട്ട്പുട്ട് പവർ അത് പി എസ് ഇസ് ഈക്വൽ വി എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ വി എസ് എത്രയാണ്, ഐ എസ് എത്രയാണ് നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. അപ്പം വോൾട്ട് ഇൻ സെക്കൻഡറി എത്രയാണ്? 110 വോൾട്ടാണ്. കറണ്ട് ഇൻ സെക്കൻഡറി ഓഫ് 4 ആംപിയർ ആണ്. അപ്പം ഇവിടെ പവർ എത്ര വരുന്നത്? 440 വാട്ട്സ് ആണ്. 440 വാട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ശരിക്കുള്ള ഫുൾ പവർ കിട്ടുന്നുണ്ടോ? നോ, ഇറ്റ് വിൽ ഓൺലി ഗെറ്റ് 440 വാട്ട്സ്. 440 വാട്ട്സേ വരുന്നുള്ളൂ. പക്ഷേ അതിന് 500 വാട്ട്സ് ഉള്ള സെക്കൻഡറിയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഈ റിലേഷൻ പ്രകാരം അതിന് കിട്ടുന്ന പവർ 440 വാട്ട്സേ ഉള്ളൂ. അപ്പോൾ അതിന് ആക്ച്വൽ പവർ ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബിക്കോസ് ദ പ്രൊഡക്റ്റ് ഓഫ് സെക്കൻഡറി വോൾട്ടേജ് ഇൻ ആൻഡ് സെക്കൻഡറി കറൻറ്റ് ഈക്വൽ ടു 440 വാട്ട്സ്. അതുകൊണ്ട് ഓക്കെ, എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീവ്സ് ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ഇസ് കെപ്റ്റ് ഇൻ റെഡ് ലൈറ്റ്. What will be the observed colors of leaves and flowers? Give reason. അപ്പോൾ ഒരു പച്ച ഇലകളും ചുവന്ന പൂക്കളുള്ള ഒരു ചെടീനെ റെഡ് ലൈറ്റ് വരുന്ന ഒരു റൂമിലോ ഒരു കണ്ടെയ്നർ നമ്മൾ വെച്ചു. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് എന്തായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ എ. അതേപോലെ ഒരു യെല്ലോ ഫ്ലവറുള്ള ഒരു ചെടീനെ നമ്മൾ റെഡ് കളർ ലൈറ്റുള്ള സ്ഥലത്തിന് വെക്കുകയാണെങ്കിൽ അവിടെ കളറിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുമോ? ഓക്കെ, നോക്കാം. അപ്പം റെഡ് ലൈറ്റുള്ള ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ചുവന്ന കളറുള്ള അതേപോലെ പച്ച ഇലകളുള്ള ഒരു ചെടി വെക്കുകയാണെങ്കിൽ
നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാവും, ലീവ്സ് കുറേ ഡാർക്കായിട്ടായിരിക്കും കാണുന്നത് അല്ലേ. ലൈറ്റിൻ്റെ അടുത്തുള്ള ഈ ലീവ്സ് കണ്ടോ, ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്. ഇതും ഡാർക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫ്ലവറിൻ്റെ കളറ് റെഡ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് അവിടെ തട്ടി നമ്മളുടെ കണ്ണിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ്. നമുക്ക് ആ കളറിൻ്റെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന കളർ ഉണ്ടല്ലോ, ആ കളർ നമ്മൾ കണ്ണിലെത്തുമ്പോഴാണ് ഇതാണ് അതിൻ്റെ കളർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡ് ലൈറ്റാണ് വരുന്നത്. ആ റെഡ് ലൈറ്റ് ഇവിടെ തട്ടി തിരിച്ചു പോകുന്നതും ഇവിടെ റെഡ് ആയതുകൊണ്ട് റെഡ് കളർ നമ്മൾ ഐസിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമുക്കവിടെ റെഡ് കളർ കാണുന്നത്. ഇനി ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൽ റെഡ് മാത്രമേ ഉള്ളൂ, ഗ്രീൻ കളർ ഇല്ല അല്ലേ. അതുകൊണ്ട് പച്ച നിറം നമ്മളുടെ കണ്ണിൽ എത്താത്തത് കൊണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് എത്താത്തത് കൊണ്ട് നമുക്കതൊരു റെഡിഷ് ഡാർക്ക് റെഡോ അല്ലെങ്കിൽ ബ്ലാക്ക്, ഓൾമോസ്റ്റ് ബ്ലാക്ക് കളറായിരിക്കും നമ്മളുടെ കണ്ണിലെത്തുന്നത്. അതുകൊണ്ടാണ് ഇലകൾ ഡാർക്കായിട്ട് കാണുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 2 നോക്കാം. അപ്പോൾ റെഡ് ലൈറ്റ് ഉള്ള ഒരു റൂമിൽ മഞ്ഞ പൂക്കളുള്ള ഒരു ചെടി വെക്കുകയാണെങ്കിൽ നമുക്കവിടെ ഇതൊരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ബ്ലാക്ക് കളറായിരിക്കും കാണാൻ സാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ റെഡ് ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ റെഡ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറൊരു കളറും അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഇവിടെ യെല്ലോ കളറ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിൽ എത്താത്തത് കൊണ്ട് നമുക്ക് ആ യെല്ലോ കളർ കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഡാർക്ക് റെഡോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള ഒരു കളറായിരിക്കും കാണുന്നത്. അത് ഓൾമോസ്റ്റ് ബ്ലാക്ക് പോലെ ഇരിക്കും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോളോയിങ് അപ്ലയൻസസ് ആർ യൂസ്ഡ് ഡെയിലി ഇൻ എ ഹൗസ്. ഒരു 200 വാട്ട്സ് ഉള്ള ഒരു ടെലിവിഷൻ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. 40 വാട്ടുള്ള 5 LED ബൾബ് 4 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലുണ്ടാക്കണം 30 ദിവസത്തെ. എന്നിട്ട് ബില്ലിൽ എമൗണ്ട് എത്രയായിരിക്കും? ഒരു യൂണിറ്റിന് 5 രൂപയാണ് വരുന്നത്. അപ്പോൾ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജി എത്രയാണോ അതായിരിക്കും നമ്മളുടെ ടോട്ടൽ യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ ടെലിവിഷൻ എനർജി കൺസ്യൂംഡ് ബൈ ടി വി. നമ്മളെങ്ങനെ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കുന്നത്? അല്ലേ, ഒരു ടി വി ഉള്ളൂ, അതിൻ്റെ ഒന്ന് ഇവിടെ ഇട്ട് അതിൻ്റെ പവർ എത്രയാണ്? നമ്പർ ഓഫ് ഇത് നമ്പറിൽ നമ്മൾ ഫോർമുല ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പവർ ഇൻറ്റു ടൈം, പി ഇൻറ്റു ടി, അതാണ് എനർജി. അപ്പോൾ ഇവിടെ ഒരു ടെലിവിഷൻ പവർ 200 വാട്ട്, അത് വർക്ക് ചെയ്യുന്ന സമയം 5. അപ്പോൾ എനർജി കൺസ്യൂംഡ് ബൈ ടെലിവിഷൻ എത്രയാണ്? 100 വാട്ട് ഹവേഴ്സാണ്. 100 വാട്ട് ഹവേഴ്സ്. അതേപോലെ എനർജി കൺസ്യൂംഡ് ബൈ ബൾബുണ്ട്. എനർജി കൺസ്യൂംഡ് ബൈ ബൾബ്സ്. എത്ര ബൾബുണ്ട്? 5 ബൾബുണ്ട്. ഒരു ബൾബിൻ്റെ പവർ 40 വാട്ട്സ് ആണ്. അത് വർക്ക് ചെയ്യുന്ന സമയം 4 മണിക്കൂറാണ്. അപ്പം ഇത് ഇൻറ്റു ചെയ്താൽ 5 4 are 20, 200, 200 into 4, 800 വാട്ട് ഹവേഴ്സ് അല്ലേ. 800 വാട്ട് ഹവേഴ്സാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ കൺസംഷൻ ഓഫ് എനർജി, ഇത് ഒരു ദിവസത്തേക്കാണ്. ടോട്ടൽ കൺസംഷൻ ഫോർ 1 day, ഒരു ദിവസത്തേക്ക് ടോട്ടൽ കൺസംഷൻ എത്രയാണ്? ഇത് രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1800 വാട്ട് ഹവേഴ്സ് കിട്ടും. 1800 വാട്ട് ഹവേഴ്സാണ് ഒരു ദിവസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ ഫോർ 1 month 30 days. കൺസംഷൻ ഫോർ 1 month എത്രയായി? 30 ഡേയ്സിന് 1800 ഇൻറ്റു 30 അല്ലേ, 1800 ഇൻറ്റു 30. പക്ഷേ അങ്ങനെ വലിയ വലിയ കമേഴ്ഷ്യൽ യൂണിറ്റ് നമ്മൾ കിലോ വാട്ട് ഹവറിലേക്കാണ് ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വാട്ടിനെ വാട്ട് ടു കിലോ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ആ വാട്ടിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്താവുള്ളൂ?
കിലോ വാട്ടിലേക്ക് മാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഇപ്പം തന്നെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഞാനിവിടെ ഡിവൈഡഡ് ബൈ 1000 കൂടി ഇടുന്നു. ഓക്കെ, പിന്നെ ചെയ്യുന്നതിനെക്കാട്ടി ഇപ്പം തന്നെ ചെയ്ത് വെക്കാം. അപ്പം ഇവിടെ 0 ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക കിലോ വാട്ടിലായിരിക്കും, കിലോ വാട്ട്സ്. അപ്പം 18 × 3 ഇസ് ഈക്വൽ ടു 54 കിലോ വാട്ട്സ് എന്നാണ് ആൻസർ വരിക. 54 കിലോ വാട്ട്സ് ഒരു മാസത്തേക്ക്. ഇനി കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പം കിലോ വാട്ട് പറഞ്ഞാൽ ഇതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ യൂണിറ്റ് ഒരു മാസത്ത് 54 കിലോ വാട്ടാണ്. ഒരു കിലോ വാട്ട് ഹവറിൻ്റെ കോസ്റ്റ് ₹5 ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 54 × 5 ചെയ്താൽ 5 4 are 20, 5 5 are 25 + 2 270. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയാണ് ബില്ല് വരുന്നത്? 270. ഓക്കെ, 270 ആണ് നമ്മളുടെ ബില്ല് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി a magnetic needle is arranged near the end B of a solenoid named AB. ഇപ്പോൾ AB എന്ന് പറഞ്ഞ സോളോയിഡിൻ്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലെ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. Which pole of the magnetic needle is attracted to B when the switch is turned on? അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് നമ്മളുടെ സെല്ലിൻ്റെ പ്ലസ് മൈനസ് ഭാഗം വരുന്നത് ബാറ്ററീൻ്റെ. അപ്പം കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത് അല്ലേ, ലെഫ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം വിച്ച് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഇസ് അട്രാക്റ്റഡ് ടു ബി. അപ്പോൾ ബി എന്ന് പറയുന്ന ഈ എൻഡിലെടുത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ അട്രാക്റ്റ് ചെയ്യുക എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചൊരു റൂളുണ്ട്. ഒരു സോളിനോയിഡിനെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറൻറ്റാണ്. നമ്മളുടെ മടക്കി വെച്ചിട്ടുള്ള ഫിംഗേഴ്സ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറൻറ്റാണ്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? നോർത്തേൺ സൈഡാണ് വരുന്നത്. ഓക്കെ, തമ്പ് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? നോർത്തേൺ പോളായിരിക്കും. ഓക്കെ, നോർത്ത് പോളായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പം ഒരു എൻഡ് കൂടെ ഏതെങ്കിലും ഒരു എൻഡ് കൂടെ നോക്കുമ്പം ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. ഇപ്പോൾ നമ്മളുടെ തമ്പിൻ്റെ ഡയറക്ഷനിലുള്ള എൻഡ് കൂടെ നോക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള ഈ എൻഡ് കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കറണ്ട് കാണാൻ പറ്റുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് കറണ്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പാർട്ട് നോർത്താണ് ഉറപ്പിച്ചു. ശരിയല്ലേ? ഡയറക്ഷൻ ഓഫ് തമ്പ് നോർത്ത് പോളിൻ്റെ ഭാഗത്താണ്, അത് നമുക്ക് മനസ്സിലായി, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഏത് എൻഡായിരിക്കും ഇവിടെ അട്രാക്റ്റഡ് ആവുക? മാഗ്നറ്റിക് നീഡിലെ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ? സൗത്ത് പോൾ അല്ലേ, സൗത്ത് പോളാണ് അട്രാക്റ്റഡ് ആവുക. കാരണം അൺലൈക്ക് പോൾസാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ സോളിനോയിഡ് നോർത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ സൗത്ത് പോളായിരിക്കും ആ ഭാഗത്തേക്ക് അട്രാക്റ്റഡ് ആവുക. ക്ലിയർ ആയല്ലോ? ശരിക്കും മനസ്സിലാക്കി കേൾക്കാം. എക്സ്പ്ലെയിൻ ഹൗ യു അറൈവ്ഡ് അറ്റ് ദിസ് ആൻസർ. എൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഗ്രിപ്പ് റൂൾ എന്നും പറയും ചിലപ്പോൾ അല്ലേ. ഇതിന് ഹോൾഡ് ചെയ്ത ഡയറക്ഷൻ, തമ്പിൻ്റെ ഡയറക്ഷൻ എന്താണ്? നോർത്ത് പോളാണ്. അപ്പം നോർത്ത് പോൾ വരുന്ന എൻ്റെ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി കൺഫേംഡ് ആയി ആ എൻ്റെ നോർത്താണ്. അപ്പോൾ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? നീഡിലിൻ്റെ സൗത്ത് പോൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് നമ്മൾ ആൻസറിൽ എത്തിയത്. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി suggest 2 ways to increase the magnetic strength of a solenoid carrying a electric current. അപ്പം ഇതിൻ്റെ അകത്ത് കറണ്ട് ക്യാരി സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് ഒന്നും കൂടെ കൂട്ടാം. അതിന് 2 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കറണ്ട് അതിൻ്റെ അളവ് കൂട്ടാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഓർ ഇൻക്രീസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സോളിനോയിഡ്. ഇത് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അപ്പം ഇത്രയാണ് നിങ്ങളുടെ ആ ഫസ്റ്റ് പാർട്ടിലുള്ള അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.